നമസ്കാരം. പ്രേക്ഷകരെ ഒരു സവിശേഷമായ അഭിമുഖത്തിലേക്ക് ക്ഷണിക്കുകയാണ്. കേരളം കൊണ്ടാടിയ ആഘോഷിച്ച ഒരു അപസർപ്പക നായകൻ, സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതി, ഒരുപക്ഷെ കഴിഞ്ഞ വർഷം മാധ്യമങ്ങൾ ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്ത ഒരു കഥാപാത്രത്തെയാണ് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരുന്നത്. ഫയസ്. ഒരുപക്ഷെ ആ ഒറ്റ പേര് തന്നെ കേരളത്തിലെ ഒരുപാട് കുറ്റകൃത്യങ്ങൾ അടങ്ങിയിരിക്കുന്നുവെന്ന് മാധ്യമങ്ങൾ പറയുന്നു, പ്രചരിപ്പിക്കുന്നു. എന്താണ് സത്യം? ഇതാരാണ് ഫയസ്? ഈ വ്യക്തി എന്താണ്? എങ്ങനെയാണ് ഫയസ്? ഇതാണോ ഫയസ്? ഞാനിപ്പോൾ അതിൽ തന്നെയാണ് സംശയിച്ചിരിക്കുന്നത്. ഞാൻ ഫയസാണ്. ഫയസ് ഞാൻ തന്നെയാണ്. ഫയാസ് എന്നാണ് താങ്കൾ എല്ലാവരും വിളിക്കുന്നത്. ഈ ഫയസ് ഞാനാണ്. ഈ ഫയാസ് എന്ന് പറയുന്ന വ്യക്തി, ഇങ്ങനെ ഇരിക്കുന്ന ഒരു പാവം ചെറുപ്പക്കാരനാണോ ഈ ഫയസ്? അത് എന്നെ അറിയുന്ന എല്ലാവർക്കും, ഒരുപക്ഷെ നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ട് ആയിരിക്കാം, എന്നെ അറിയുന്ന എല്ലാവർക്കും, ഞാൻ ഫയസിനെ എല്ലാവർക്കും അറിയാം. ഫയാസ് യഥാർത്ഥത്തിൽ താങ്കൾ ആരാണ്? അതിപ്പോൾ ഞാൻ എനിക്ക് തന്നെ അറിയാത്തൊരു ചോദ്യം. അതിപ്പോൾ അതാണ്. ഞാനിപ്പോൾ 415 ദിവസമായി അത് ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ജയിലിലും. നിങ്ങൾ പക്ഷേ ഈ TP കേസിലെ പ്രതികളെ കാണാൻ വേണ്ടിയിട്ട് അറബി വേഷത്തിൽ ജയിലിൽ പോയി. അത് അറബി വേഷമല്ലത്. അത് ആ മാസവും സമയവും നോമ്പ് കാലമായിരുന്നു. ഒരു റംസാനിലാണ് സംഭവിക്കുന്നത്. നോമ്പ് 27-ാം തീയതി നിങ്ങളും കണ്ടു കാണുമായിരിക്കുമല്ലോ. അധിക ആൾക്കാരും റംസാനിൽ ആ കന്തൂറ അറബികൾ മാത്രമല്ല, ഇപ്പോൾ പള്ളിയിൽ അച്ഛന്മാർ യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പം മുസ്ലിം പള്ളിയിലുള്ള ആൾക്കാർ അവരൊന്നും അങ്ങനെ ഉപയോഗിക്കാറില്ല. ഇവിടെ ഇരുന്നില്ല. കോഴിക്കോടുണ്ട്, കണ്ണൂരുണ്ട്, തലശ്ശേരി വന്നാൽ നിങ്ങൾ നോമ്പ് മാസം നോമ്പിനാണ്. അത് മാസം സർ അന്ന് ചെയ്യാം. നോമ്പ് മാസം താങ്കൾ പോകേണ്ട സ്ഥലം ജയിലാണോ? നോമ്പ് മാസത്തിൽ പോകാനുള്ള കാരണമുണ്ട്. എന്തുകൊണ്ട് നിങ്ങൾ ജയിലിൽ പോയി? ജയിൽ എൻ്റെ സുഹൃത്ത്, ഞാൻ പറയില്ലേ, എൻ്റെ കൂടെ പഠിച്ചതാണ്. ആരെ? കൊടിസുനി. എനിക്ക് എൻ്റെ ദുബായിൽ റെസ്റ്റോറൻ്റ് ഉണ്ട്. ദുബായ് റെസ്റ്റോറൻറ്റ് മെയിൻ റിയൽ എസ്റ്റേറ്റ് ആണ് ചെയ്തത്. റിയൽ എസ്റ്റേറ്റ്. ഞാൻ അവിടെ ആ സമയത്ത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ വിലയാടായത് എനിക്കൊരു ആ റിയൽ എസ്റ്റേറ്റിൽ വഴി കാണിച്ചു തന്ന ലത്തീഫ് എന്ന് പറയുന്ന വ്യക്തി ആ പാവത്തിനെ മാക്സിമം തേജോവാദം ചെയ്തു. അയാളെ വൈഫിനെ കേസിൽ ഉൾപ്പെടുത്തി, അയാളെ കേസിൽ ഉൾപ്പെടുത്തി. അയാളെ വൈഫിനെ കേസിൽ ഉൾപ്പെടുത്താൻ കാരണം അയാളുടെ വൈഫിൻ്റെ പേരിലുള്ള ഒരു വില കൂടിയ കാറുമായിട്ട് താങ്കൾ കുറേ കാലം കേരളത്തിൽ വിലസി. അതെ, മാത്രമല്ല ആ കാർ സിനിമ പ്രൊഡക്ഷന് വേണ്ടി വിട്ടുകൊടുക്കുകയും ചെയ്തു. അത് അയാളെ സപ്പോസ് അയാളെ വേറെ എടുത്തു എന്നുള്ളൂ. ഞാൻ ഓർക്കുന്നില്ല. ശൃംഗാരവേല. അത് ഇപ്പോൾ ജനങ്ങൾക്ക് കേൾക്കേണ്ടതാണ്. ഒരു നടി, ഫയാസ് നടി, ആ നടിയായിട്ട് പ്രശ്നം. ഏത് നടിയായിരുന്നു? മൈഥിലിയുടെ പേര് വലിച്ചിട്ടു. എന്റെ സുഹൃത്താണ്. അതിലെന്താണ് പ്രശ്നം? ഒരു പ്രശ്നമല്ല ഫൈസേ. ഇപ്പൊ നാളെ ഒരു ഉദാഹരണത്തിന് മാത്രമല്ലല്ലോ, വേറെ സൗത്ത് ഇന്ത്യയിലെ വേറെ താരങ്ങൾ, മിസ് സൗത്ത് ഇന്ത്യ, ഷാവിയ, അവർക്കാണ് ലൈഫ് സ്പോയിൽ ആയത്. ബിക്കോസ് അവർ എന്ത് ചെയ്തു, 4-5 സൈൻ ചെയ്ത പടം ക്യാൻസലായി. ഞാൻ എന്ത് കാരണം? എൻ്റെ ഒരു സൗഹൃദം കൊണ്ട്. ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ്? അത് രണ്ടാമത് പറഞ്ഞത് വളരെ കാലം. എൻ്റെ അവസ്ഥ എന്നൊക്കെ അറിയുള്ളൂ. പള്ളിയിലെ കാര്യം പഠിച്ചവനൊക്കെ അറിയുള്ളൂ എന്ന് പറഞ്ഞത്. അതെ, അതുപോലെ എൻ്റെ കാര്യം എനിക്ക് അറിയുള്ളൂ. പൈസ ഇല്ലേ? ഞാൻ ഇനിയിപ്പോൾ പൈസ ഇല്ലെന്ന് വെച്ചാൽ എൻ്റെ അവസ്ഥ എനിക്ക് അറിയുള്ളൂ. ഇനിയിപ്പം കടക്കാരനവരില്ല. ഇപ്പം എൻ്റെ അവസ്ഥ എനിക്ക് അറിയുള്ളൂ. 5 മാസത്തിനിടെ കരിപ്പൂരിൽ ഇറക്കിയത് 6 ടൺ സ്വർണം. കൊച്ചിയിൽ ടൺ കണക്കിന് സ്വർണം. ഫൈസ് ഈ പറഞ്ഞ എമിറേറ്റ്സിൻ്റെ പ്ലാറ്റിനം കാർഡ് വരെ അർഹതയുള്ള ഒരു വ്യക്തി ഗോൾഡ് കാർഡ് വെക്കുന്നു. പ്രവാസി യോഗത്തിൽ ഉമ്മൻചാണ്ടി ഫൈസിൻ്റെ വാഹനത്തിൽ. പിന്നെ ഒരു പ്രധാനപ്പെട്ട ചിത്രം മാധ്യമങ്ങളിൽ പുറത്തു വന്നു. താങ്കളും സംസ്ഥാനത്തെ ആഭ്യന്തര മന്ത്രി രമേശ് ചെന്നിത്തലയും കൂടി ഒരുമിച്ചിരിക്കുന്ന പടം. അങ്ങനെ എന്താ പറയുക, ഒരു പക്ഷേ ആർക്കും അസൂയ ഉണ്ടാകുന്ന രീതിയിലുള്ള അസൂയ അനുഭവിക്കുന്ന ആൾക്കാണ്. നിങ്ങൾക്ക് മീഡിയക്കാർക്ക് അതൊരു അസൂയാണ്. നെടുമ്പാശ്ശേരിയിൽ ആസിഫ, ആരിഫ എന്ന് പറഞ്ഞ 2 സ്ത്രീകൾ 20 കിലോ സ്വർണവുമായി പിടിക്കപ്പെടുന്നു. അവർ ബുർക്കയിലോ പർദ്ദയിലോ എവിടെയായിരുന്നു വിളിച്ചു വെച്ചിരുന്നത്? ബുർക്കൻ്റെ ഇടയിൽ നിന്നാണ് ഞാൻ വായിച്ചത്. ഓക്കെ. താങ്കൾ അവരെ ഉപദേശിച്ചിരുന്നില്ല എവിടെ വിളിച്ചു വെക്കേണ്ടതെന്നുള്ളത്? കോടതിന് മുന്നിലൊരു വിഷയം അല്ല, ഞാൻ തുറന്നടിക്കാമായിരുന്നു. ഇനി കോടതി നാളെ വിധി വന്നാൽ എനിക്ക് എന്ത് ചെയ്യാം? ഇതുപോലെ ഇതാണെങ്കിൽ ഇത്രയും ഇതായതുകൊണ്ടാണ് നിങ്ങൾ വിളിച്ചത്. എന്തുകൊണ്ടാണ്? കാരണം എന്നെ മാധ്യമ തേജോപാതം ചെയ്ത വളരെ കുറച്ചത്. ഈ ഹാരിസ് എന്ന് പറഞ്ഞവൻ ടെലിഫോൺ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ തന്നെ ഈ ഹാരിസ് ആണ് ഈ സ്വർണം കടത്തിയെന്നുള്ള ഒരു ടിപ്പ് കിട്ടുന്നു.
ഹാരിസിനെ പരിശോധിച്ചപ്പോൾ ഹാരിസിൻ്റെ കയ്യിൽ നിന്ന് 20 കിലോ സ്വർണം മേടിച്ച ബില്ല് കിട്ടുന്നു. എല്ലാം അറിയുന്നത് നിങ്ങൾ പത്രക്കാർ മാത്രമാണ്. താങ്കളുടെ വികാരം ഞാൻ ഉൾക്കൊണ്ടുകൊണ്ട് ഞാൻ ഒരുപക്ഷെ ഈ അഭിമുഖത്തിൽ ചോദിച്ചില്ലെങ്കിൽ താങ്കൾക്ക് നാളെ പറയും എന്തുകൊണ്ടാണ് ബ്രിട്ടാസ് ചോദിക്കേണ്ടായിരുന്നു എന്ന് ചോദിക്കും. ഇല്ല, ഇവിടെ ഞാനൊരു ചോദ്യം ചോദിക്കലും ചോദ്യം കേൾക്കല്ലേ. എന്റെ നിരപരാധി നിങ്ങൾ എന്റെ ബിക്കോസ് നിങ്ങൾ മാധ്യമം ഞാൻ പൂർത്തിയാക്കിയിട്ട് ബാംഗ്ലൂരിൽ നിന്ന് ദുബായിലേക്ക് രക്ഷപ്പെടാൻ വേണ്ടി താങ്കൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഡൽഹിയിൽ പോയി. രക്ഷപ്പെടാൻ നിങ്ങൾ ഇപ്പൊ ചോദിച്ചല്ലോ, 4 മണിക്കാണ് ഇവരെ പിടിച്ചെന്ന് പറയുന്നത്. ശരി, അങ്ങനെയാണ് അടുത്ത ആ സെയിം ഡേ 6 മണിന്റെ ഫ്ലൈറ്റിന് ഞാൻ വരേണ്ട ആവശ്യമുണ്ടോ? എന്താണ് വസ്തുത എന്ന് താങ്കൾ പറഞ്ഞു? അതൊക്കെ സത്യം തന്നെയാണ്. ഞാൻ ഡൽഹിയിൽ നിന്നാണ് എന്നെ പിടിച്ചത്. അതിനൊന്നും ഞാൻ കൂടെ ഉണ്ടായിരുന്ന അഷ്റഫ് അന്ന് സെയിം ഡേ പോയിരുന്നു. അതിലൊന്നും ഞാൻ ഒരിക്കലും തിരിച്ചു പറയാനില്ല. അതൊക്കെ സത്യം തന്നെയാണ്. അഷ്റഫും താങ്കളും തമ്മിലുള്ള ബന്ധം എന്താണ്? ഇങ്ങനെയുള്ള ആള് മിസ് സൗത്ത് ഇന്ത്യ, അതുപോലെ കേരളത്തിലെ മുൻനിര നായികമാരൊക്കെ ആയിട്ട് സൗഹൃദവും അവരോടൊപ്പം യാത്രയും ഒക്കെ നടത്തുക എന്ന് പറയുന്നത് സാധാരണക്കാരൻ അതാ അവിടെയാണ് സാധാരണക്കാരന് പരിചയപ്പെടണം. അപ്പൊ എന്ത് കഴിവുള്ളത് അടിവരയിട്ട് പറഞ്ഞു. അതെ അതെ, അല്ല അത് നിങ്ങൾ ഇനിയിപ്പം ഫൈസും ഭാര്യമാറൊന്നാക്കിയല്ല. അല്ലോടോ പൈസ, നിങ്ങൾ മതപരമായിട്ട് തന്നെ ഒന്നിലേറെ ഭാര്യമാരെ താങ്കൾക്ക് വേണമെങ്കിൽ ഒന്ന് കെട്ടിയതിന് വിഷമം എനിക്ക് അറിയുള്ളൂ. സ്വർണത്തിന് എത്ര എന്നല്ല, നിങ്ങൾക്ക് ചിരിക്കാം, ഞാൻ എന്റെ വിഷമാണ് പറയുന്നത്. ഒരു വലിയ അംഗീകാരമല്ലേ പൈസ? അംഗീകാരമാണ് ഇത്. താങ്കളുടെ ഒരു സുഹൃത്ത് താങ്കളെ കുറിച്ച് പറഞ്ഞു വെച്ചാൽ അയാളുടെ മകൻ പോലും എന്താകാൻ ആഗ്രഹിക്കുന്നു ചോദിച്ചപ്പോൾ ആരാകാൻ ആഗ്രഹം എന്ന് പറഞ്ഞ് ഫയാസ് ആകാൻ. എല്ലാവർക്കും എന്തുവാ എനിക്കറിയില്ല. എൻ്റെ വിഷമം ഞാൻ പറയില്ലേ, എൻ്റെ വിഷമം ഞാൻ പറയില്ലേ, നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പം ഞാൻ ഈ ഒരു സ്വർണ്ണ കേസ് ഇല്ലെങ്കിൽ ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഇരിക്കില്ല. രാജാവാ ഇപ്പോഴാണ് നിങ്ങൾ രാജവമ്പാലെ ആക്കി വെച്ചിട്ടുള്ളത്. ഞാൻ അന്നും ചേരയാണ്, ഇന്നും ചേരയാണ്. ഞാൻ ഒന്നുമല്ല, ഞാൻ സീറോ. ഒരാൾ ഞങ്ങൾ അല്ലേ എൻ്റെ മുന്നിൽ ഒരാൾ വലുതുള്ളൂ, റബ്ബ് മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം സീറോ. ഇപ്പോൾ താങ്കൾ പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്, അതായത് ഒന്ന് ആ ടെലിവിഷനാണ് താങ്കളുടെ ഇന്നത്തെ ഏറ്റവും വലിയ പ്രതിസന്ധിക്ക് കാരണം. ആ ടെലിവിഷൻ കൊടുത്തു വിട്ടില്ലായിരുന്നെങ്കിൽ ഈ സ്വർണവും ടെലിവിഷനും തമ്മിൽ കണക്ട് ചെയ്ത് താങ്കളിലേക്ക് വരില്ലായിരുന്നു താങ്കൾ പറഞ്ഞു അല്ലേ? ഞാൻ പറഞ്ഞില്ലേ, അത് 100%. പക്ഷേ ഇത് CBI ഇൻവെസ്റ്റിഗേഷനും കഴിഞ്ഞിട്ടില്ല. CBI ഇൻവെസ്റ്റിഗേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്, കസ്റ്റംസിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്, കോർട്ടിലാണുള്ളത്. അതുകൊണ്ട് കേസുമായിട്ട് യാതൊരു തരത്തിൽ എനിക്കൊന്നും സംസാരിക്കാൻ എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അത് വേറെ ഒരു ഒരു ബുദ്ധിമുട്ടാകാൻ പാടില്ല. നിങ്ങൾ ഉദ്ദേശിക്കുന്ന മാധ്യമങ്ങളാണല്ലേ? നിങ്ങൾ ഒരിക്കലുമല്ല മാധ്യമങ്ങൾ അല്ലല്ല, നിങ്ങൾ അത് തെറ്റിദ്ധരിക്കുകയാണ്. അത് നിങ്ങളുടെ ഉള്ളിലുള്ള അവസ്ഥ എനിക്കറിയില്ല. അതല്ല അത് എന്നെ അതിലിതുള്ളൂ. ബിക്കോസ് ഞാൻ പറയില്ല, മാധ്യമങ്ങളാണ് ആ പാവങ്ങളെ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ഓക്കെ ഇനി ഞാൻ തെറ്റുകാരനെന്ന് തന്നെ കൂട്ടിക്കോ. എൻ്റെ സുഹൃത്തുക്കൾ എന്ത് തെറ്റ് ചെയ്തു? എൻ്റെ സൗഹൃദം വെച്ചതാണോ സൗഹൃദം? ഇപ്പം മനുഷ്യത്വത്തിൻ്റെ രീതി ചിന്തിച്ച് നോക്ക്, അവർ എന്ത് തെറ്റ് ചെയ്തു? എൻ്റെ ലൈഫ് സ്റ്റൈൽ പഠിച്ചത് നിങ്ങളാണ്. ഒരു സെക്കൻഡ് ഞാൻ വീണ്ടും ചോദിക്കുന്ന ഫൈസനോട്, ഈ ഡ്യൂട്ടിയിലുണ്ടായിട്ടുള്ള മാറ്റങ്ങളും 5% ഞാൻ 1 വർഷം കിടന്നത് ജയിലില്ല. ഇത് മുഴുവൻ എന്താണ് കോഫേ പോസ്റ്റ്? ഇത് കണക്ക് കൂട്ടിയപ്പോൾ താങ്കൾക്ക് മനസ്സിലായത് 1 കിലോ സ്വർണം ദുബായിൽ നിന്ന് കേരളത്തിൽ എത്തിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഞാൻ എൻ്റെതാണ് ഈ 20 പിടിച്ചതെങ്കിൽ അല്ലേ, ഇനി ഞാൻ ചെയ്തിട്ടാണെങ്കിൽ ഓക്കെ ഫൈൻ. എനിവേ, അപ്പം ലത്തീഫ് എന്ന് പറയുന്ന ആ പാവൻ ചെയ്ത തെറ്റെന്താണ്? എനിക്കൊരു ജോലി തന്നു.